ഈ VPN അല്ലെങ്കിൽ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്താണെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ അതിൻ്റെ പിന്നിലുള്ള ഡേഞ്ചേഴ്സും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ചോളൂ. ആ ഒരു കമ്പനിയിൽ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടാവും. HR-ൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാവും, IT ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫർമേഷൻ ഉണ്ടാവും, ഒരുപാട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ ഉണ്ടാവും, സൂക്ഷിച്ച് വെക്കേണ്ട ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ സാധാരണ കേസിൽ ആ ഒരു കമ്പനിയിലുള്ള എല്ലാ ഡിവൈസസും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിനകത്ത് കൺഫൈൻഡ് ആയിരിക്കും. ആ നെറ്റ്വർക്കിന് പുറത്തുനിന്നുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്നും ഒരാൾക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്കൊരു ദിവസം വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് ആ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുകയും വേണം. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റർനെറ്റിൽ ഓപ്പൺ ആക്കിയിട്ടിട്ട് വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് വഴി അത് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കമ്പനിയിലുള്ള എല്ലാ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനും ഇൻ്റർനെറ്റിൽ ഓപ്പൺ ആയി പോകും. അത് എക്സ്റ്റേണൽ സൈബർ അറ്റാക്കുകൾക്ക് നമ്മൾ എക്സ്പോസ് ആക്കി ഇട്ട് കൊടുക്കുകയാണ്. സോ ആ ഒരു നെറ്റ്വർക്കിനെ നമുക്ക് സേഫ് ആയിട്ട് സെക്യൂർ ആക്കി വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പുറത്ത് നിന്ന് അതിനകത്തുള്ള ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അവിടെയാണ് നമ്മൾ VPN എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. നമ്മുടെ ഓഫീസിനകത്ത് VPN സെർവർ എന്ന് പറയുന്ന ഒരു സെർവർ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നു. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഓഫീസ് നെറ്റ്വർക്കിനകത്തുള്ള VPN സെർവറിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും VPN സെർവറിലേക്ക് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ടണൽ, ഒരു എൻക്രിപ്റ്റഡ് ടണൽ എസ്റ്റാബ്ലിഷ് ആവുകയാണ്. സോ കമ്പനിയുടെ ഈ ഒരു VPN സെർവറിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലുള്ള എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ടൂൾസ് കാണും, നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രെഡൻഷ്യൽസ് കാണും, യൂസർ നെയിം പാസ്വേഡ് കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കാണും. സോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ക്രെഡൻഷ്യൽ വെച്ചിട്ട് മാത്രമേ ആ ഒരു VPN സെർവറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റൂ. അത് വേറെ ആർക്കും അറിയത്തില്ലായിരിക്കും. സോ ഇന്റർനെറ്റിൽ നിന്നും ഒരു സൈബർ അറ്റാക്കർ ഈ ഒരു ട്രാഫിക്, ഈ ഒരു കണക്ഷൻ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡേറ്റ എന്ന് പറയുന്നത് ഫുള്ളി എൻക്രിപ്റ്റഡ് ആയിരിക്കും. കുറേ ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രമേ കാണത്തുള്ളൂ. ശരിക്കുമുള്ള ട്രാഫിക് അവർക്ക് മനസ്സിലാവത്തില്ല. സോ നമ്മുടെ കമ്പനിക്കകത്തുള്ള പ്രൈവറ്റ് നെറ്റ്വർക്കിനകത്തുള്ള റിസോഴ്സസിനെ കമ്പനി നെറ്റ്വർക്കിന് പുറത്തു നിന്നും വളരെ സെക്യൂർ ആയിട്ട് VPN എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് വളരെ സെക്യൂർ ആയിട്ട് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ടണൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് നോട്ട് VPN അല്ലെങ്കിൽ എക്സ്പ്രസ് VPN പോലുള്ള കമ്പനിയുടെ VPN സെർവറിൽ കണക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ ഫോണിൽ നിന്ന് യൂട്യൂബ് ആക്സസ് ചെയ്യണമെന്ന് വെച്ചോളൂ. അതിനാദ്യം വേണ്ട എന്താണ്, നമുക്കൊരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം അല്ലേ? ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്കിപ്പോൾ ഒരു 4G നെറ്റ്വർക്കോ 5G നെറ്റ്വർക്കോ ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മുടെ ഫോണിന് ഒരു IP അഡ്രസ്സ് കിട്ടും. ആ പബ്ലിക് IP അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ യൂട്യൂബിനെ ആക്സസ് ചെയ്യുന്നത്. ആക്സസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? നമ്മുടെ ഫോണിൽ നിന്ന് കുറച്ച് ഡേറ്റ പാക്കറ്റ്സ് യൂട്യൂബിൻ്റെ സെർവറിലോട്ട് പോകും. ആ ഡേറ്റ പാക്കറ്റ്സിൽ നമ്മുടെ ഫോണിൻ്റെ IP അഡ്രസ്സ്, പബ്ലിക് IP അഡ്രസ്സ്, സോഴ്സ് IP അഡ്രസ്സ് ആയിട്ട് കാണും. സോ ആ ഒരു സോഴ്സ് IP അഡ്രസ്സ് വെച്ചിട്ട് ആ ഡേറ്റ പാക്കറ്റ് നമ്മുടെ ഫോണിൽ നിന്നാണ് വന്നതെന്ന് അവർക്ക് മനസ്സിലാവും. അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്നും ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ നിന്നും ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്ന ഡേറ്റ പാക്കറ്റിൽ നമ്മുടെ സോഴ്സ് IP അഡ്രസ് അറ്റാച്ച്ഡ് ആയിരിക്കും. ഇനി നമ്മുടെ ഫോണിന് നമ്മുടെ ടാർഗറ്റ് വെബ്സൈറ്റിനും ഇടയ്ക്ക് ഒരു VPN കൊണ്ടുവയ്ക്കുകയാണെന്ന് വെച്ചോളൂ. നമ്മുടെ ഫോൺ ആദ്യം കണക്ട് ചെയ്യുന്നത് VPN സെർവറിലോട്ടായിരിക്കും. ആ VPN സെർവർ നമ്മുടെ ഫോണിനും ഇടയ്ക്ക് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ടണൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നിട്ട് ആ ഒരു വെബ്സൈറ്റിന് അയക്കേണ്ട ഡേറ്റ ആദ്യം നമ്മൾ VPN സെർവറിന് അയച്ചു കൊടുക്കുന്നു. ആ VPN സെർവർ ആയിരിക്കും ആ ഒരു റിക്വസ്റ്റ്, ആ ഒരു ഡേറ്റ പാക്കറ്റ് ആ ഒരു വെബ്സൈറ്റിലേക്ക് അയച്ചു കൊടുക്കുന്നത്. സോ ആ വെബ്സൈറ്റ് നോക്കുമ്പോൾ കാണുന്നത് VPN സെർവറിൻ്റെ IP അഡ്രസ് ആയിരിക്കും. സോ നമ്മുടെ ഫോണിൻ്റെ പബ്ലിക് IP അഡ്രസ്സും ലൊക്കേഷനും ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും ഈ VPN എന്ന് പറയുന്ന മിഡിൽ മാനിനെ വെച്ചിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ മാഡ്രിഡ് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്താണെങ്കിലും ചിലപ്പോൾ നോട്ട് VPNൻ്റെ സെർവർ വേറെ ഏതെങ്കിലും രാജ്യത്തായിരിക്കും. സോ നമുക്ക് ഇന്ത്യയിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ഒരു VPN കണക്ട് ചെയ്യുന്ന സമയത്ത് ആ VPN സെർവർ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ഒരു VPN സെർവർ വഴി ആ ഒരു കോണ്ടന്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഡിവൈസും ആ ഒരു VPN സെർവറുമായിട്ട് ഒരു സെക്യൂർ ടണലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ടോട്ടലി എൻക്രിപ്റ്റഡ് ആയിരിക്കും ആ ഡേറ്റ. ആ ഒരു നെറ്റ്വർക്ക് മോണിറ്റർ ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്നുമുള്ള ഒരാൾക്കോ അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ആ ഒരു ഡേറ്റ എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ VPN പ്രൈമറിലി 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ക്ലയൻറ്റ് ടു സൈറ്റ് VPN. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്നും ഓഫീസ് സൈറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന, ഓഫീസിലെ പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു VPN കോൺഫിഗറേഷനെയാണ് ക്ലയൻറ്റ് ടു സൈറ്റ് VPN എന്ന് പറയുന്നത്.
പിന്നെ ഉള്ളത് സൈറ്റ് ടു സൈറ്റ് VPN. നമുക്ക് ഒരു ഓഫീസ് ഇവിടെ മാഡ്രിഡിലും ഒരെണ്ണം ട്രിവാൻഡ്രത്തും ഉണ്ടെന്ന് വെച്ചോളൂ. ഈ രണ്ടിടത്തും ഓരോ പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ വെച്ചുണ്ടായിരിക്കും. സോ ഈ 2 പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന VPN കോൺഫിഗറേഷനെയാണ് സൈറ്റ് ടു സൈറ്റ് VPN എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് SSL TLS VPN അല്ലെങ്കിൽ ക്ലയന്റ്ലെസ് VPN എന്ന് പറയും. ഇത് പ്രത്യേകിച്ച് നമുക്ക് ഈ ക്ലയന്റ് സോഫ്റ്റ്വെയറും ടൂൾസും ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ക്ലയന്റ് ടൂൾസും സോഫ്റ്റ്വെയർസും ഒന്നും ഇല്ലാതെ തന്നെ ബ്രൗസർ വെച്ചിട്ട് സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡേറ്റാ ബേസിസിലേക്ക് ക്ലയൻറ്റ്സിന് ആക്സസ് കൊടുക്കുന്ന ഒരു VPN കോൺഫിഗറേഷനാണ് ഈ ഒരു ക്ലയന്റ്ലെസ് VPN കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് രാജ്യങ്ങളിൽ VPN ഇല്ലീഗലാണ്, റെസ്ട്രിക്റ്റഡ് ആണ്. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും നമ്മൾ VPN യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ VPN അലൗഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ആ VPN കണക്ഷൻ വെച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സൈബർ അറ്റാക്കുകളോ അല്ലെങ്കിൽ നിങ്ങൾ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആക്സസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ആക്സസ് ചെയ്യുകയാണെങ്കിലോ നിങ്ങൾക്കെതിരെ ലീഗലായിട്ട് ആക്ഷൻസ് എടുത്തേക്കാം. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഒരുപാട് ഫ്രീ VPN സർവീസസ് ഉണ്ട്. എല്ലാവരും ഫ്രീ എന്ന് കേൾക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുറകെ പോകും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ VPN കണക്ഷൻ സെക്യൂർ ആണ്, എൻക്രിപ്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. പക്ഷേ ഈ എൻക്രിപ്ഷൻ നടക്കുന്നത് നമ്മുടെ ഫോണും ആ VPN സെർവർ അതിനിടയ്ക്കുള്ള കണക്ഷനാണ് സെക്യൂർ ആയിട്ടുള്ളത്, എൻക്രിപ്റ്റഡ് ആയിട്ടുള്ളത്. പക്ഷേ ആ VPN സെർവറിന് നമ്മൾ അയക്കുന്ന എല്ലാ ഡേറ്റയും അവർക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രൗസിംഗ് ഹാബിറ്റ്സ്, നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റ് ആക്സസ് ചെയ്തു, ഏതൊക്കെ സെർവറിലോട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ നോക്കി, എപ്പോഴൊക്കെ കണക്ട് ചെയ്യാൻ നോക്കി, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് ആക്സസ് ചെയ്യാനും ലോഗ് ചെയ്യാനും പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.